ശ്രീ ശ്യാംരാജ്, ഒരു കാര്യം വ്യക്തമാണല്ലോ, അതായത് ഈ പഹൽഗാമിന് ഇന്ത്യ സൈനികമായി തിരിച്ചടി നൽകുന്നു മെയ് 7-ാം തീയതി. ആ 7-ാം തീയതിയാണ് നേരത്തെ സൂചിപ്പിച്ച സോഫിയ ഖുറേഷിയും വ്യോമികയും ഒക്കെ ഉൾപ്പെടുന്ന സംഘം, അതിൽ വിക്രം മിശ്രയായിരുന്നു ആ വാർത്താ സമ്മേളനത്തെ നയിച്ചത്. അന്ന് ഭരണകൂടത്തിന്റെ പ്രതിനിധികളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളോ മന്ത്രിമാരോ അല്ല വാർത്താ സമ്മേളനം നടത്തിയത്, അത് ശരിയാണ്. അതിനുശേഷവും നമ്മുടെ അഭിമാനമായിട്ടുള്ള സൈനിക ഉദ്യോഗസ്ഥർ, വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് വാർത്താ സമ്മേളനം നടത്തി എങ്ങനെയാണ് നമ്മൾ പഹൽഗാമിന് തിരിച്ചടി നൽകിയത് എന്നത് വിശദീകരിച്ചത്. അതൊരു വസ്തുതയായി അവിടെ നിൽക്കുന്നു. ഒപ്പം ബാഹ്യ ഇടപെടലുകൾ ഇല്ല, അമേരിക്കയുടെ ഇടപെടൽ ഇല്ല എന്ന് പറയുന്നു. പക്ഷേ അതിനുശേഷം പിന്നീട് പല വേദികളിലായി പ്രധാനമന്ത്രി അടക്കം, ഇന്നും പ്രധാനമന്ത്രി പഹൽഗാമിൽ നമ്മൾ തിരിച്ചടി കൊടുത്തു, 22 മിനിറ്റ് കൊണ്ട് ഏപ്രിൽ 22-ന് മറുപടി നൽകി, ഭീകരരെ മണ്ണിൽ ലയിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യത്തിന് എന്താണ് പ്രധാനമന്ത്രിക്കടക്കം മറുപടി നൽകാൻ മടി? അഭിലാഷ്, ഒരു രാജ്യത്ത് ഒരു യുദ്ധമോ അതല്ലെങ്കിൽ ഒരു പ്രതിക്ഷോഭമൊക്കെ ഉണ്ടാകുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഉണ്ടാവേണ്ടതാണ്. കോൺഗ്രസിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അതിനുള്ള മര്യാദ കൂടി കാണിക്കേണ്ടതാണ്. ഇവിടെ ഇവർക്ക് ഏത് ചോദ്യത്തിനാണ് ഞങ്ങൾ ഉത്തരം കൊടുക്കേണ്ടത്? ഇവർ എന്ത് ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഇവിടെ വസന്ത് പറയുകയുണ്ടായി അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിരുന്നു. ഇത് ട്രംപ് തന്നെ നേരിട്ട് പറഞ്ഞില്ലേ? ഇവർ ഈ ലോകത്തൊന്നുമല്ലേ ജീവിച്ചിരിക്കുന്നത്? പത്രമാധ്യമങ്ങൾ കാണാറില്ലേ? ഇവിടെ തുടക്കത്തിൽ എന്താണ് സംഭവിച്ചത്? തുടക്കം മുതൽ എസ് ജയശങ്കർ അടക്കമുള്ള നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം, വിദേശകാര്യ വക്താക്കളും പറയുന്നു, ഒരു രാജ്യത്തോടും ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല എന്ന് തുടക്കം മുതൽ പറയുന്നുണ്ട്. നമ്മുടെ സൈനിക മേധാവികളുടെ പത്രസമ്മേളനത്തിന് അടക്കം പറയുന്നുണ്ട്. ഇനി അതിനുശേഷം കുറെ ദിവസങ്ങളിൽ ഇവർ ട്രംപിന്റെ ചില വാർത്തകളൊക്കെ എടുത്തിട്ട് കുറെ ദിവസം ഇവർ നമ്മളെ വിമർശിച്ചുകൊണ്ടിരുന്നു. അവസാനം ട്രംപ് തന്നെ ഒന്നും പറഞ്ഞിട്ടില്ല യുദ്ധത്തിൽ ഞാൻ നേരിട്ട് ഇടപെട്ടിട്ടില്ല എന്ന്. ഈ യുദ്ധത്തിലല്ല, ഈ പറയുന്ന കോംപ്രമൈസിൽ, ഈ സീസ് ഫയറിംഗിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ല എന്ന് ട്രംപ് വന്നിട്ട് നേരിട്ട് പറഞ്ഞില്ലേ? അപ്പൊ ഇവർക്ക് ഇന്ത്യൻ സൈന്യത്തെ ഈ കോൺഗ്രസ് പാർട്ടിക്ക് വിശ്വാസമില്ല, ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തെ ഈ കോൺഗ്രസ് പാർട്ടിക്ക് വിശ്വാസമില്ല, ഇന്ത്യൻ വിദേശകാര്യ വക്താവിന് ഈ കോൺഗ്രസ് പാർട്ടിക്ക് വിശ്വാസമില്ല, വിദേശകാര്യ മന്ത്രി വിശ്വാസമില്ല. ഇവർക്ക് ആരെയാണ് വിശ്വാസമുള്ളത്? ഈ രാജ്യത്തെയും ഈ രാജ്യത്തെ ജനങ്ങളും ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ മറു രീതിയിൽ ചിന്തിക്കാനും പാകിസ്ഥാനും ചൈനയ്ക്കും അനുകൂലമായിട്ട് ഈ കോൺഗ്രസ് പാർട്ടി ചിന്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് BJPക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? കഴിഞ്ഞ ദിവസം ഇവരുടെ മുതിർന്ന നേതാവുള്ള പവൻ ഖേര, അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും പവൻ ഖേരയും കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത ഡയലോഗാണ് യുദ്ധം ഈ തിരിച്ചടി തുടങ്ങുന്നതിന് മുമ്പ് എസ് ജയശങ്കർ പാകിസ്ഥാനെ വിളിച്ച് പറഞ്ഞു എന്നൊക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ, അതും സാമാന്യ ഇംഗ്ലീഷിന്റെ യുക്തി ഉണ്ടെങ്കിൽ, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: യുദ്ധം, ഈ ഒരു തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂറിന്റെ തുടക്ക സമയത്ത് പാകിസ്ഥാനോട് കൃത്യമായിട്ട് പറയുകയുണ്ടായി, ഞങ്ങൾ തിരിച്ചടിച്ചിട്ടുള്ളത്, ഞങ്ങൾ തകർത്ത് കളഞ്ഞിട്ടുള്ളത് തീവ്രവാദ കേന്ദ്രങ്ങളാണ്, നിങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളല്ല. പക്ഷേ ഇനി നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചടി രൂക്ഷമായിരിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെ ഇവരെന്താക്കി? ഇവരാരുടെ മനസ്സാണ്, ഇവരാരുടെ വാക്കാണ്? ഇവർക്ക് ഈ ഒരു സമയത്ത്, ഇന്ത്യൻ ജനത മുഴുവൻ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത്, ഈ ഒരു ഇന്ത്യയുടെ തന്നെ, അത് ലോകത്തിലെ തന്നെ ഇപ്പോൾ വളരെയധികം പ്രശസ്തനായിട്ടുള്ള ഒരു വിദേശകാര്യ മന്ത്രിയെ കുറിച്ചിട്ട് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കാൻ ഇവർക്ക് ചെലവിന് കൊടുക്കുന്ന ചൈന എന്നാണോ പാകിസ്ഥാൻ എന്നാണോ? അപ്പൊ ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ, നിരുത്തരവാദപരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇതിന് എന്ത് ഉത്തരമാണ് ഇവർക്ക് കൊടുക്കേണ്ടത്? ഇവർ ചോദിക്കുന്ന അടിസ്ഥാനരഹിതമായിട്ടുള്ള വെറും തേർഡ് റേറ്റ് പൊളിറ്റിക്സിന് ഉത്തരം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലെന്നേ. ഈ ഒരു സമയത്ത് ഇനി എത്ര ഫൈറ്റർ ജെറ്റുകൾ നമ്മുടെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരുടെ നേതാവിന്റെ അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ഏതെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അഭിലാഷേ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ഈ ഒരു സമയത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു ഫൈറ്റർ ജെറ്റ് പോയിട്ട് ഒരു വെടിയുണ്ടെങ്കിലും നഷ്ടപ്പെട്ടുവെന്ന് ഈ 140 കോടി ജനങ്ങളിൽ ആരെങ്കിലും പോയി എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? പക്ഷെ അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലാത്ത സമയത്ത്, ഓപ്പറേഷൻ സിന്ദൂർ സ്റ്റിൽ ഓൺഗോയിങ് ആയിരിക്കുന്ന സമയത്ത്, ഈ ചൈനയെ പിന്തുണയ്ക്കുന്ന രീതിയിൽ, പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊപ്പഗണ്ട വാറിനെ എതിരായിട്ടുള്ള ഒരു പ്രൊപ്പഗണ്ട വാർ പാകിസ്ഥാന് ഉണ്ടാക്കാൻ പറ്റില്ല. നേരത്തെ വസന്ത് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. അതായത് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അടക്കം ഈ തീവ്രവാദം പാകിസ്ഥാൻ സ്പോൺസേഡ് തീവ്രവാദം ആണ് എന്ന് വളരെ കൃത്യമായി പറയുന്നു എന്നുള്ളതാണ്. അവർ സ്റ്റേറ്റ്മെന്റായി പുറത്തിറക്കിയതാണ്. വളരെ പ്രധാനപ്പെട്ട നേതാക്കളുടെ, സ്വാഭാവികമായും അതിപ്പോൾ താങ്കൾക്കും അറിയാമല്ലോ, BJPയിൽ പെട്ട നേതാക്കളുമൊക്കെ ഈ നമ്മുടെ സൈനികരെയും എങ്ങനെയാണ് പരാമർശിച്ചത് എന്ന് ഒരു മന്ത്രി തന്നെയാണല്ലോ പരാമർശിച്ചത്. അപ്പോൾ കോൺഗ്രസിനകത്ത് നിന്ന് ചില ഭിന്ന സ്വരങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ കോൺഗ്രസിന് ആത്യന്തികമായി ആ സംഘടനയുടെ റിപ്പോർട്ടാണല്ലോ പ്രധാനമെന്നത്. സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നവർ,
അവിടെ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സർവകക്ഷി സമ്മേളനത്തിലടക്കം പങ്കെടുക്കുന്ന രാഹുൽ ഗാന്ധി അടക്കം വിദേശ സന്ദർശനം വെട്ടിക്കുറച്ച് തിരികെ വന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ പിന്നീടാണ് ഈ ചോദ്യങ്ങൾ ഉയരുന്നത്. അവിടെ രാഷ്ട്രീയമായ ചോദ്യമായി തന്നെയാണ് അവർ ആ ചോദ്യം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് അപ്പുറത്ത് ഭരണകൂടത്തിന്റെ പ്രതിനിധികൾക്ക് ഇത് തള്ളിക്കളയാൻ പറ്റുന്നില്ല? വളരെ കൃത്യമായി അമേരിക്കയുടെ ഇടപെടൽ ഇല്ല എന്ന് ഇപ്പോഴും പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് നമുക്ക് എങ്ങനെയാണ് ഇവർ പാകിസ്ഥാന്റെ ആളുകളായതുകൊണ്ടാണ്, ചൈനയുടെ ആളുകളായതുകൊണ്ടാണ് എന്ന് പറയാൻ സാധിക്കുക? അല്ല, അതിനകത്ത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, വസന്ത് തന്നെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം ഞാൻ പറയാം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കത്തയച്ചു. ഒരു കത്തയച്ച് എന്താണെന്നറിയോ? ഈ രാജ്യത്തിനെതിരെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും നിലപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സംഘടനാ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ പേരുള്ള അതിലെന്താണ് തെറ്റ്? ബിജെപിയുടെ ഒരു മന്ത്രി നമ്മുടെ ധീര സൈനികയെ കുറിച്ച് എന്താണ് പറഞ്ഞത്? അതിനെന്തായിരുന്നു ബിജെപിയുടെ മറുപടി? നിങ്ങളുടെ മന്ത്രിക്കെതിരെ ഒരു സസ്പെൻഷൻ നോട്ടീസ് നേരിടുന്നുണ്ടല്ലോ. കേസ് നേരിടുന്നുണ്ടല്ലോ. ഞങ്ങൾ സംരക്ഷിച്ചോ? ഇല്ലല്ലോ, ഞങ്ങൾ സംരക്ഷിച്ചിട്ടില്ല. കേസ് നേരിടുന്നുണ്ടല്ലോ. ക്ഷമ ചോദിച്ചിട്ടില്ലല്ലോ. ഇതിനകത്തെ പ്രശ്നം എന്ന് പറയുന്നത് അല്ലല്ല, ഇതിനകത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിനകത്ത് വസന്ത വെറുതെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇത് എന്റെ ടേണാണ്. നിങ്ങൾ കോൺഗ്രസ്സുകാർ മുഴുവൻ വെറുതെ ഈ പഹൽഗാം വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവൂ. നിങ്ങൾക്ക് ചൈനയുടെ സ്ഥലമാണെങ്കിൽ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒന്നും സംസാരിക്കാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒന്നും പറയാൻ വേണ്ടിയില്ലാത്തപ്പോഴത്തേക്ക് പച്ചക്കള്ളങ്ങൾ പടച്ചുവിടുവാൻ വേണ്ടി നിങ്ങൾക്ക് നാണമില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ എന്ത് ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് അടിസ്ഥാനപരമാണ് എന്ത് ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്? ഈ രാഹുൽ ഗാന്ധിക്ക്, ഈ പവൻ ഖേരിക്ക് ഇന്നലെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു. ചില മാധ്യമങ്ങൾ എന്താ അറിയോ? ഓപ്പറേഷൻ സിന്ദൂർ തട്ടിക്കൂട്ടായിരുന്നു എന്ന്. ആ വാക്ക് ഉച്ചരിക്കാൻ പോലും, ഇങ്ങനെ ഒരു മാധ്യമത്തിൽ ഇരുന്നിട്ട് വാക്ക് ഉച്ചരിക്കാൻ പോലും എനിക്ക് മടിയുണ്ട്. ഇതാണ് ഇവരുടെ നിലപാടെന്നേ. ഇവർക്ക് ഈ രാജ്യത്തെ പട്ടാളക്കാരെ ഇവർക്ക് വിശ്വാസമില്ല. ഇവർക്ക് ഈ രാജ്യത്തിന്റെ വിദേശ സംവിധാനങ്ങളെ, വിദേശ നയങ്ങളെ വിശ്വാസമില്ല. ഇവർക്ക് കേവലമായ രാഷ്ട്രീയം കളിക്കുവാൻ വേണ്ടിയിട്ട്, ഇവർക്ക് പാകിസ്ഥാനിൽ വാർത്ത ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്കൊരു പ്രൊപ്പഗണ്ട അജണ്ട സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ഇട്ടുകൊടുക്കലാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും താങ്കൾ ഈ പറയുന്നത് പോലെ ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണത്തെ അല്ലെങ്കിൽ ഒരു പൊതുവികാരം സ്വാഭാവികമായും ഈ പഹൽഗാമിന് ശേഷം ഇന്ത്യയുടെ ഭാഗത്ത് നിന്നൊരു തിരിച്ചടി ഒരു പൊതുസമൂഹം ആഗ്രഹിച്ചിരുന്നതാണ്. ആ നിലയിലുള്ള തിരിച്ചടി നൽകുമ്പോഴും ഇപ്പോഴും ആ ഭീകരരെ പിടികൂടാൻ സാധിക്കുന്നില്ല എന്നതൊക്കെ ഓരോ ഇന്ത്യക്കാരനെയും സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നുകൂടിയാണ്. എവിടെയാണ് ആ ഭീകരർ? അവർ ഇന്ത്യയിൽ തന്നെ തുടരുകയാണോ, അല്ലെങ്കിൽ അവർ രാജ്യം വിട്ടുപോയോ? ഇത്തരം പല ചോദ്യങ്ങളും ഉയരുക സ്വാഭാവികമല്ലേ ശ്രീശാം? അതേലും പറയണ്ടേ? പിടിക്കണ്ട, പോയൊന്നും പറയണ്ട. ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയട്ടെ. വസന്ത് ശ്യാം പറയട്ടെ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നത് എന്റെ ടൈമല്ല, ഞാൻ പറയട്ടെ. കോൺഗ്രസ്സുകാർ മൊത്തം ഇങ്ങനെ വന്നിട്ട് ചർച്ച അലമ്പാക്കല. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്ക്. ഞാൻ പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ ട്രെയിനിൽ പറയൂ. നിങ്ങൾക്ക് സമയം കിട്ടില്ലേ? 1 മണിക്കൂർ ചർച്ചയല്ലേ? എന്നെ നിങ്ങളെയൊക്കെ ചർച്ച ചെയ്യാൻ വിളിച്ചല്ലേ? നിങ്ങൾക്ക് സമയം കിട്ടില്ല. പറയുന്ന നിങ്ങള് പറയൂ ശ്യാം. നിങ്ങൾ ഇങ്ങനെ ബഹളം വയ്ക്കല്ലേ? ബഹളം വയ്ക്കല്ലേ? നിങ്ങൾക്ക് ഞാൻ പറയുന്ന മറുപടി പേടിയുണ്ടോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ മൊത്തം ജനങ്ങൾ ഈ ഒരു ചർച്ച ശാന്തമായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ നിങ്ങൾക്ക് എതിരെ വരും. നിങ്ങൾക്ക് പേടിയുണ്ടോ? നിങ്ങൾക്ക് ഇത് പ്രേക്ഷകർ നിങ്ങൾക്ക് എതിരെ പറയുന്നത് നിങ്ങൾക്ക് പേടിയുണ്ടോ? വസന്ത്, താങ്കളുടെ സംശയമാണ് ഞാൻ ശ്യാമിനോട് ചോദിച്ചത്. വസന്ത്, ഞാൻ പറയട്ടെ, കേൾക്കുന്നേ. നിങ്ങൾ ഇത് എന്റെ സമയമാണെന്നേ. നിങ്ങൾക്ക് എന്താ പേടിയുണ്ടോ? ഞാൻ അതിഥികൾ കൂടിയുണ്ട്, കേൾക്കാൻ പേടിയുണ്ടോ? ഉത്തരങ്ങൾക്ക് മറുപടി ഇല്ല. നിങ്ങൾക്ക് പേടിയുണ്ടോ? ഇങ്ങനെ പേടിക്കല്ലേ? പറയൂ. ഇങ്ങനെ കോൺഗ്രസ്സുകാർ വന്നിട്ട് ഇങ്ങനെ പേടിക്കല്ലെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്ക്. ഇതല്ലേ ചർച്ചയല്ല. നിങ്ങൾ ഈ ജനാധിപത്യത്തിനൊക്കെ വസന്ത് നിർത്തി. കയ്യിലിരിക്കട്ടെന്ന് അതേ പറയാനുള്ളൂ.
അല്ല, ഒന്ന് ഞാൻ പറയാനുള്ളൂ, ഇതൊന്ന് ജനാധിപത്യ രീതിയിലുള്ള ഒരു ചർച്ചയാണെങ്കിൽ അതിനകത്ത് പറയാൻ വേണ്ടിയിട്ടുള്ള സമയത്തൊന്നും മിണ്ടായിരിക്കാനുള്ള മര്യാദയാക്കണം. ഇത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാൻ ഉത്തരമില്ലാതാകുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന ചർച്ച ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ആ ജനങ്ങളിലേക്ക് എത്തുന്ന വിഷയങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാവുമെന്നുള്ള ഏപ്രിൽ 22 കഴിഞ്ഞു, ഒരു മാസമാകുന്നു. നിങ്ങൾക്ക് എന്താ ശ്യാം, ദയവായി വസന്തിനെ വിട്ടേക്കൂ. എന്റെ ചോദ്യത്തിലേക്ക് വരൂ. രണ്ട് കാര്യങ്ങളിലാണ് എനിക്ക് സംശയം. ഒന്ന് കോൺഗ്രസ് ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, അതായത് പഹൽഗാം പോലെ ഒരു പ്രദേശം, നമുക്കറിയാം ഇപ്പോൾ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അധികാരം എടുത്തു കളഞ്ഞതിന് ശേഷം ഇത്തരം ഒരു മേഖലയിൽ എന്തുകൊണ്ട് കൃത്യമായി സുരക്ഷാ സംവിധാനം ഉണ്ടായില്ല? രണ്ടാമത്തെ സംശയം എന്നത് എവിടെയാണ് ഭീകരവാദികൾ എന്നതിന് വ്യക്തതയുണ്ടോ? അഭിലാഷ്, ഞാൻ രണ്ട് ചോദ്യത്തിന് ഞാൻ ഉത്തരം. ഒന്ന്, ആ വസന്തിനോടൊന്നും മിണ്ടാതിരിക്കാൻ പറയാം. ഇത് ഞാൻ പറയുന്ന ജനങ്ങൾക്ക് കേൾക്കണമല്ലോ. ഒന്ന്, ഈ കഴിഞ്ഞ 10 വർഷത്തിനകത്തും കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് കഴിഞ്ഞൊരു 20 വർഷത്തിനകത്ത് നിങ്ങൾ ഈ രാജ്യത്തുണ്ടായിട്ടുള്ള മുഴുവൻ തീവ്രവാദ ആക്രമണങ്ങളുടെ ലിസ്റ്റ് എടുക്ക്. ഇപ്പൊ ഇന്നലെ വരെ നോക്കൂ, ഇന്ത്യയിലെ നക്സൽ പ്രവർത്തനങ്ങൾ അടക്കമുള്ളത് ഏകദേശം 2026 കൂടി ഇല്ലാതാകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനകത്ത് 11 വർഷത്തിനകത്ത് ജമ്മു കാശ്മീരിൽ ഒഴികെ ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുള്ള ഒരു ഭീകരാക്രമണം കുറിച്ചിട്ട് നിങ്ങൾ പറയും. ഞാനൊരു ലിസ്റ്റ് എടുത്ത് ഞാൻ തരട്ടെ. 2008 മുംബൈ ഭീകരാക്രമണം എവിടെയായിരുന്നു? ആ 166-160 പേര് വരുന്ന നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ വെടിവെച്ച് കൊന്നപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അതിനൊരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? ഈ തീവ്രവാദികൾ എവിടെ നിന്നായിരുന്നു വന്നത്? അതിനു മുമ്പ് 2005 ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ള സ്ഫോടനങ്ങൾ, ഇരട്ട മൾട്ടിപ്പിൾ സ്ഫോടനങ്ങൾ, അതിന് ആരെങ്കിലും പിടിക്കാൻ വേണ്ടി ഇവരെ കൊണ്ട് ഇതുവരെ എന്തെങ്കിലും തിരിച്ചടിക്കാനോ പിടിക്കാൻ വേണ്ടി ഈ കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ഇനി ഞാൻ ചോദിക്കട്ടെ, 2013 ഹൈദരാബാദിൽ ഉണ്ടായിട്ടുള്ള സ്ഫോടനങ്ങൾ, അതിൽ എത്ര പേർ ഇവർക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്? കോൺഗ്രസ് പാർട്ടിയുടെ ഭരണകാലഘട്ടത്തിലെ ഒരു ഡസൻ സ്ഫോടനങ്ങൾ നടന്ന ലിസ്റ്റ് ഞാൻ എടുത്തു തരാം. മുംബൈയിൽ 2006 നടന്നിട്ടുള്ള ട്രെയിനിൽ നടന്നിട്ടുള്ള മൾട്ടിപ്പിൾ ബ്ലാസ്റ്റ്, 11 മിനിറ്റ് കൊണ്ട് ഏകദേശം 7 ട്രെയിനിനകത്തു എന്റെ ഓർമ്മ ശരിയാണ് 200 വരുന്ന ആളുകളാണ് കൊല്ലപ്പെട്ടത്. എന്താ, ആരെയാണ് അറസ്റ്റ് ചെയ്തത്? അപ്പൊ ഇതിനൊന്നും ഉത്തരവുണ്ടായിരുന്നില്ല. ഇതിനൊന്നും ഒരു ഉത്തരവ് കൊടുത്തിട്ടില്ല. കഴിഞ്ഞ 10 വർഷത്തിനകത്ത് പക്ഷെ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത്, പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദികൾ ജമ്മു കാശ്മീരിലേക്ക് എത്തിയാൽ അവരുടെ പുരുകത്തിനിടയിൽ തുളവീഴും എന്നാണ്. അപ്പോൾ അങ്ങനെ സംഘമായി തീവ്രവാദികൾ എത്തി, അതിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന് ഇന്ത്യക്ക് ബോധ്യമുണ്ട്. 26 പേരെ അവർ നിഷ്ഠൂരമായി കൊല ചെയ്യുന്നു. അതിനുശേഷം അവരെവിടേക്ക് പോയി, എന്ത് സംഭവിച്ചു, പിഴവുണ്ടായോ, സുരക്ഷാ പിഴവുണ്ടായോ? ഇത്തരം കാര്യങ്ങളിലൊക്കെ സ്വാഭാവികമായി നമ്മളൊരു ജനാധിപത്യ സംവിധാനത്തിലല്ലേ തുടരുന്നത്. അവിടെ പിഴവുണ്ടായെങ്കിൽ അതിന് കുറ്റപ്പെടുത്തൽ എന്നുള്ളതല്ലല്ലോ. അത് എന്താണ് സംഭവിച്ചത് എന്ന സാമാന്യമായ ചോദ്യം മാത്രമാണ്. താങ്കൾ സൂചിപ്പിക്കുന്നത് ശരിയാണ്. ഭീകരവാദികൾ എല്ലാവരും ഇതാ പിടിച്ചോളൂ എന്ന് പറഞ്ഞല്ല നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. അല്ല അതല്ലെന്നേ, അത് മാത്രമല്ല അഭിലാഷ്, ഇതിന്റെ നിങ്ങളൊരു ലാർജ് സ്കെയിലിൽ നിങ്ങളെ കൊണ്ട് കാണാൻ വേണ്ടി സാധിക്കും. നോക്കൂ, 5 പേര് വന്നിട്ട് നമ്മുടെ 26 പേരെ നിഷ്ഠൂരം ക്രൂരമായിട്ട് ആക്രമിച്ചിട്ട് കടന്നു കളഞ്ഞു, ഇല്ലാതാക്കിയിട്ട് കടന്നു കളഞ്ഞു. തിരിച്ചെന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഈ 5 തീവ്രവാദികളെ ആരാണോ പറഞ്ഞു വിട്ടത് അവരെയും അതോടൊപ്പം തന്നെ അവരുടെ കേന്ദ്രങ്ങളുമടക്കം പൂർണ്ണമായിട്ട് തകർത്ത് കല്ലുമേ കല്ല് അവശേഷിക്കാതെ ഇല്ലാതാക്കി കളഞ്ഞിട്ടില്ലേ? നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്തു. 100-ലധികം വരുന്ന തീവ്രവാദികൾ, മസൂദ് അസറിന്റെ സഹോദരനടക്കമുള്ള അവരുടെ കമാൻഡർ അടക്കമുള്ള അസർ റൌഫ് അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീവ്രവാദികൾ, എത്ര പേരെയാണ് നമ്മൾ ഇല്ലാതാക്കി കളഞ്ഞിട്ടുള്ളത്? ഈ പഹൽഗാം ആക്രമണം നടത്തിയിട്ടുള്ള ആളുകളും അവരെ പറഞ്ഞു വിട്ട ആളുകളും അവരുടെ കേന്ദ്രങ്ങളടക്കം മുഴുവൻ നമ്മൾ തച്ചു തകർത്തു കളഞ്ഞു. ഇനിയും ഓപ്പറേഷൻ സിന്ദൂർ സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കലാണ്. നോക്കൂ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊന്നുമല്ല, 100 ദിവസം കഴിഞ്ഞ് 200 ദിവസം കഴിഞ്ഞിട്ട് എത്രയോ ദിവസം കഴിഞ്ഞിട്ട് അക്രമികളെ പിടിച്ചിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വക്താവിനെ പോലെ സംസാരിക്കരുത്. കാരണം നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ്. ഒരു കാര്യം പറയൂ. അല്ല, നിങ്ങൾക്ക് വാദിക്കാം, അതിന് തെറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, തിരിച്ചടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വാദിക്കാം. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ കോൺഗ്രസ് പാർട്ടി ഒരിക്കലും ധൈര്യപ്പെടാത്ത രീതിയിൽ ഒന്ന് തിരിച്ച് പറയാൻ വേണ്ടിയിട്ട് പോലും പറ്റാത്ത രീതിയിൽ ഇരുന്ന കാലഘട്ടത്തിൽ പാകിസ്ഥാനിൽ കയറി അടിച്ചു ആദ്യമായിട്ടാണോ സർജിക്കൽ സ്ട്രൈക്ക്?
എയർ സ്ട്രൈക്ക്. ഇപ്പൊ ഇത്തവണ ഓപ്പറേഷൻ സിന്ദൂറിൽ എന്താ സംഭവിച്ചത്? പാകിസ്ഥാനിന്റെ ഉള്ളിൽ കയറിയില്ല 4 ഭീകര കേന്ദ്രങ്ങൾ നമ്മൾ ബഹാവൽപൂരിലെയും മുറിദ്കയിലെ അടക്കമുള്ള കേന്ദ്രങ്ങൾ നമ്മൾ തച്ചുടർത്ത് കളഞ്ഞത്. ഇങ്ങനെ ഒരു സംഭവം ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതിനെന്താണ് നിങ്ങൾ വില കുറച്ച് കാണുന്നത്? അപ്പോ ഈ തീവ്രവാദികളെ പറഞ്ഞു വിട്ടവരെയും അവരുടെ കേന്ദ്രങ്ങളെയും നാം തകർത്തടച്ച് നശിപ്പിച്ചിട്ട് തന്നെയുണ്ട്. അത് മാത്രമല്ല, അവരെ വളർത്തുന്ന പാക് സൈന്യത്തോടും പാക് എന്ന് പറയുന്ന സ്റ്റേറ്റിനോടും നാം പറഞ്ഞു കഴിഞ്ഞു, ഇനിയൊരു ആക്രമണം എന്ന് പറയുന്നത്, ഇനിയൊരു തീവ്രവാദി ആക്രമണം എന്ന് പറയുന്നത് ഒരു യുദ്ധമായി തന്നെ ഞങ്ങൾ കൺസിഡർ ചെയ്യും. അതിനകത്ത് കൂട്ടി എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അവർ വലയിലാവുക തന്നെ ചെയ്യും. ഒന്നെങ്കിൽ ജീവനോടെയോ ജീവനില്ലാതെയോ വലയിലാവുക തന്നെ ചെയ്യും. അതിന് പക്ഷേ കോൺഗ്രസ് പാർട്ടി പറയാൻ വേണ്ടി എന്തെങ്കിലും പറയുന്നതല്ല. ഇപ്പൊ പിടിക്കണം, ഇപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നടത്താം. ഇവരുടെ നിലപാട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യം ഈ പഹൽഗാം വിഷയം ഉണ്ടായി കഴിഞ്ഞപ്പോൾ തിരിച്ചടിക്കുന്നില്ല, എന്താണ് ചെയ്യാത്തത്? തിരിച്ചടിച്ചപ്പോൾ ഇവരെന്താ പറഞ്ഞത്? യുദ്ധത്തിലോട്ട് പോകരുത്. ഇനി സീസ്ഫയറിംഗ് നടന്നപ്പോൾ ഇവരെന്താണ് പറഞ്ഞത്? അയ്യോ സീസ്ഫയറിംഗ് നടത്തി. ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പറയണം. ഇവർക്ക് പറയാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ രാജ്യത്തിലെ ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ പറയണം. അതിനപ്പുറത്തേക്ക് ഒന്ന് ആലോചിച്ച് ഈ ഒരു ചോദ്യത്തിന് തന്നെ ഇപ്പൊ 22 ദിവസമാണ് ആയിട്ടുള്ളൂ. അവരെ പിടിക്കും. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ടില്ലാന്നേ. എന്തായാലും ഒരു മാസം ആയി എന്നുള്ളതാണ്. ഈ ഒരു മാസമായിട്ടും എന്തുകൊണ്ട് പിടികൂടാൻ സാധിക്കുന്നില്ല എന്ന സാമാന്യമായ സംശയം. ഞാൻ വരാം. ശ്രീ വസന്ത്, ശ്യാമിന്റെ മറുപടിയിൽ താങ്കൾ തൃപ്തനാണോ? മാത്രവുമല്ലല്ലോ, ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ തുടരും എന്നത് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒന്നാണ്. അത് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പാകിസ്ഥാനിൽ ഈ അജ്ഞാതരുടെ വെടിയേറ്റ് ചില തീവ്രവാദികളൊക്കെ മരിച്ച സംഭവമൊക്കെ താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. സെയ്ഫുള്ള ഖാലിദ് കൊല്ലപ്പെടുന്നു. ലഷ്കർ ഇ തോബയുടെ സഹസ്ഥാപകനായ ആമിർ ഹംസയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇതൊക്കെ ആരാണ് എന്നൊന്നും പറയാൻ പാകിസ്ഥാനും തയ്യാറാകുന്നില്ല. എന്താണ് സംഭവിച്ചത് എന്നറിയില്ല. പക്ഷേ ഈ തീവ്രവാദം ഇന്ത്യയിലേക്ക് നടത്താൻ പ്രേരിപ്പിക്കുകയും അതിന് പരിശീലനം നൽകുകയും ഒക്കെ ചെയ്യുന്നവർ മരിക്കുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട്. അതിപ്പോൾ ആരെയെന്നൊന്നും എനിക്കും സാങ്കേതികമായി പറയാൻ സാധിക്കില്ല. അപ്പോൾ തീവ്രവാദത്തെ ഉന്മൂലനം ചെയ്യുക എന്നതാണല്ലോ നമ്മുടെ ലക്ഷ്യം, അതിൻ്റെ വേരറുക്കുക എന്നതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അതൊരു പരിധിവരെയെങ്കിലും മുന്നോട്ട് പോകുന്നില്ലേ വസന്ത്? അല്ല, അതിന് ആരാണെങ്കിലും നല്ല കാര്യം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങ് ശ്യാംരാജിന് കൊടുത്ത അത്ര സമയം തന്നില്ലെങ്കിലും കുറച്ച് സമയം എനിക്ക് തരണം. കാര്യം ശ്യാമിന് എണ്ണി ഉത്തരം പറയേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ശ്യാംരാജ്, ഞാൻ ഇടപെട്ടത് അങ്ങ് കോൺഗ്രസിനെ മുഴുവൻ അങ്ങ് പാകിസ്ഥാൻ അച്ചാരം വാങ്ങുന്നവർ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അത് ഇടപെടുക തന്നെ ചെയ്യും. കാര്യം അത് ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യലാണ്. നിങ്ങൾക്ക് അതില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഇടപെടില്ല, പക്ഷെ ഞങ്ങൾക്ക് അതുള്ളതുകൊണ്ട് ഇടപെട്ട് പോകും. 2, അദ്ദേഹം കോൺഗ്രസ് ചോദ്യം ചോദിച്ചാൽ കോൺഗ്രസിനെ ഇവർ പാകിസ്ഥാനാക്കും. ആങ്കർ ചോദ്യം ചോദിച്ചാൽ ആങ്കറിനെ ഇയാൾ കോൺഗ്രസ് ആക്കും. അതാണ് ഇവരുടെ പരിപാടി. ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ അവരെ ആടിനെ പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന പരിപാടിയാണ് ഇവർ പണ്ട് തൊട്ടേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രിയപ്പെട്ട ശ്യാംരാജ് തന്നെ മുംബൈ ഭീകരാക്രമണം എടുത്തിട്ടുണ്ട്. ഞാൻ പറയാവുന്നേ, ശ്യാംരാജ് എന്താ പറഞ്ഞത്? ഈ സമയത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. മുംബൈ ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ ഈ രാജ്യം ഭരിക്കുന്ന സർക്കാർ, ആ സർക്കാർ ഇതേ കാര്യം പറഞ്ഞിരുന്നു, നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കണം. നവംബർ 26-ാം തീയതി അവിടെ ആക്രമണം ഉണ്ടാകുന്നു. 29-ാം തീയതി ആക്രമണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സൈന്യം, നമ്മുടെ കമാൻഡോസ് അവിടെ ഇതേ തീവ്രവാദികളുമായി ഏറ്റുമുട്ടുമ്പോൾ നെഞ്ചിക്ക് നെഞ്ച് നേരിട്ട് നിന്ന് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നവംബർ 29-ാം തീയതി ഗുജറാത്തിലെ പത്രങ്ങളിൽ മുഴുവൻ സർക്കാർ ഖജനാവിൽ നിന്ന് പൈസ എടുത്ത് ഇത് സർക്കാരിന്റെ വലിയ പരാജയമാണെന്നും പ്രധാനമന്ത്രി രാജിവെക്കണമെന്നും പറഞ്ഞ് പരസ്യം ചെയ്ത ആളുടെ പേരറിയാമോ? നരേന്ദ്ര ദാമോദർ ദാസ് ഭായി മോദി എന്ന അന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാണ്. നവംബർ 30-ാം തീയതി നമ്മുടെ അവിടുത്തെ ഓപ്പറേഷൻ പൂർത്തിയാകുന്നതിന് മുമ്പ് കമാൻഡോസ് അവിടെ ഓപ്പറേഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് ഡൽഹിയിലെത്തി വാർത്താ സമ്മേളനം നടത്തിയ ആളുടെ പേര് ഇതേ നരേന്ദ്രമോദി എന്നാണ്. അന്ന് LK അദ്വാനിയും സുഷമ സ്വരാജും അടക്കമുള്ള നേതാക്കൾ സംയമനം പാലിച്ചപ്പോഴും അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ സമയത്തും അതിനെല്ലാം അതിലംഘിച്ചുകൊണ്ട് കേന്ദ്ര നേതൃത്വം പറയുന്നത് പോലും കേൾക്കാതെ അന്ന് സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി കോപ്പ് കൂട്ടി കച്ച കെട്ടി ഇറങ്ങിയ ആളുടെ പേര് നരേന്ദ്രമോദി എന്നാണ്. അപ്പോ ആ ചരിത്രമൊക്കെ ഒന്ന് പഠിച്ചിട്ട് വന്നാൽ നന്നാവും. പിന്നെ അദ്ദേഹം ചോദിച്ചത് മുംബൈയിൽ ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് ഇവിടുത്തെ സർക്കാർ എന്ത് ചെയ്തു എന്നാണ്. ആ സർക്കാർ എന്ത് ചെയ്തു എന്ന് ചരിത്രത്തിലുണ്ട്, നിങ്ങളുടെ നാഷണൽ ആർക്കൈവ്സിലുണ്ട്, എടുത്തൊന്ന് പഠിക്കണം. അതിലൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ട്. എന്താ പൊളിറ്റിക്കൽ ഡിസിഷൻ? ആ പൊളിറ്റിക്കൽ ഡിസിഷന്റെ ഭാഗമായി കോൺഗ്രസിൽ നിന്ന് തന്നെയുള്ള അന്നത്തെ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ചു. ധാർമ്മിക ഉത്തരവാദിത്വം എടുത്ത് രാജിവെച്ചു. ആ ധാർമ്മിക ഉത്തരവാദിത്വം ഇന്നത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രിക്കുണ്ടോ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യം. ഇനി അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഞങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് അച്ചാരം വാങ്ങുന്നു, ഞങ്ങൾ ചൈനയിൽ നിന്ന് അച്ചാരം വാങ്ങുന്നു, ഞങ്ങൾക്ക് ചോദ്യം കേൾക്കുമ്പോഴേ അങ്ങ് പേടിയാകും. ഞങ്ങൾക്കല്ലെന്നേ, അമേരിക്കയുടെ അച്ചാരം വാങ്ങി, അമേരിക്കയുടെ ഓശാനം വാങ്ങി, അമേരിക്ക എന്ന് എഴുതി കാണിച്ചാൽ, വെള്ള പേപ്പറിൽ എഴുതി കാണിച്ചാൽ
കാൽമുട്ട് തമ്മിൽ കൂട്ടിയിടിച്ച് പേടിക്കുന്നത് നിങ്ങളാണ് ശ്യാംരാജെ. അത് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമതൊരു കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം പറഞ്ഞതാണ് സോഫിയ ഖുറേഷിക്കെതിരെ BJP മന്ത്രി അസഭ്യം പുലഭ്യം പറഞ്ഞപ്പോ അദ്ദേഹം നിയമ നടപടി നേരിടുന്നില്ലേ എന്ന് ചോദിച്ചാൽ, ഈ നിയമ നടപടി നേരിടുക എന്ന് പറയുന്നത് നിങ്ങളുടെ ആരുടെയും ഓശാരമല്ല, നിങ്ങളുടെ കനിവല്ല, കരുണയല്ല. അത് ഈ രാജ്യത്തെ നിയമമാണ്, ഈ രാജ്യത്തുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതിൽ നിങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. പക്ഷെ ഈ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കം സമ്മാനിച്ച ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ് ആയിട്ടാണ് അയാൾ നിയമ നടപടി നേരിടുന്നത്. അത് നിങ്ങൾ നേരിടണ്ടെന്ന് പറഞ്ഞാലും നേരിട്ടേ മതിയാവുകയുള്ളൂ. എന്റെ പ്രധാനപ്പെട്ട ചോദ്യം, ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് പോലും സർക്കാരിനെതിരായി ഒരു വാക്ക് പറയരുത്, സോഷ്യൽ മീഡിയയിൽ പോലും പറയരുത് എന്ന സ്റ്റേറ്റ്മെന്റ് ഇറക്കിയ, എന്ന് ഞങ്ങളുടെ ഏറ്റവും അടിത്തട്ടിലുള്ള പ്രവർത്തകർക്ക് വരെ ഡയറക്ഷൻ ഇറക്കിയ കോൺഗ്രസ് എവിടെ നിൽക്കുന്നു? പച്ചയ്ക്ക് വൃത്തികേട്, വർഗീയത, അസഭ്യം, പുലഭ്യം. ഈ രാജ്യത്തിന്റെ തന്നെ ഏറ്റവും അഭിമാനപുത്രി എന്ന് നമ്മൾ പറയുന്ന സോഫിയ ഖുറേഷിയെ പറ്റി പറഞ്ഞ BJP മന്ത്രിയെ ഒരു സസ്പെൻഷൻ നോട്ടീസ് കൊടുത്തു പോലും, മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണ്ട, BJP പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് താൽക്കാലികമായി ഒന്ന് മാറ്റി നിർത്താൻ പോലും മര്യാദ കാണിക്കാത്ത നിങ്ങൾ അവിടെ നിൽക്കുന്നു. അത് രാജ്യം ചർച്ച ചെയ്യും, ചോദ്യം ചെയ്യും. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി 10 സെക്കൻഡ് നിർത്തിയ കമലേഷ്, എന്നിലേക്ക് ഇനി വരണ്ട, അദ്ദേഹത്തോട് ഈ ചോദ്യത്തിന് ഉത്തരം ചോദിച്ചാൽ മതി. അതായത് 22 ദിവസം 23 ദിവസം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു, ഒരു മാസമായി ആക്രമണം ഉണ്ടായിട്ട്. ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ പ്രതികളെ പിടിച്ചോ എന്നല്ല ഞങ്ങളുടെ ചോദ്യം. ആ പ്രതികൾ ആരൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഒന്ന്, ആ പ്രതികൾ ഏത് മാർഗം കടന്നു വന്നു, അവിടെ ഏത് വഴിയിലാണ് അവർ കടന്നു വന്നത്, അത്തരം കാര്യങ്ങളിൽ ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ചോദ്യം 2. ചോദ്യം 3, ആരൊക്കെയാണ് പ്രതികൾ എന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ചോദ്യം 3. ചോദ്യം 4, ആ പ്രതികൾ രാജ്യം വിട്ടു പോയിട്ടുണ്ടോ ഇല്ലയോ? ഇത് ഇന്റലിജൻസ് സംബന്ധമായ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഏറ്റവും കുറഞ്ഞത് പാർലമെന്റിലെങ്കിലും ഉത്തരം പറയാനുള്ള ആർജവം കാണിക്കണം എന്നേ ഉള്ളൂ. യെസ്, ഞാൻ താങ്കളിലേക്ക് വരാം.